മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രബോധനം ആരംഭിക്കുന്നതിന് മുമ്പ് അറബികൾ പെൺമക്കളേക്കാൾ ആൺമക്കളെയാണ് സ്നേഹിച്ചിരുന്നത്. ആൺമക്കൾ ശക്തരാണ്, അവർ കഠിനമായി പണിയെടുക്കും, മാതാപിതാക്കൾക്കും കുടുംബത്തിനും ഉപകാരങ്ങളുണ്ടാകും. പെൺകുട്ടികളായാലോ അവർ അബലകൾ, പാവങ്ങൾ, രക്ഷിതാക്കൾക്കൊരു തലവേദന, ഭൂമിക്ക് തന്നെ ഭാരം. ഇതൊക്കെയായിരുന്നു പല അറബികളും വിചാരിച്ചിരുന്നത്. എല്ലാ അറബികളും ഈ രീതിയിലായിരുന്നു എന്നല്ല, ചിലരൊക്കെ അങ്ങനെയായിരുന്നു. ആൺകുട്ടികൾ ജനിച്ചാൽ അവർക്ക് അതിരറ്റ ആഹ്ലാദം, പെൺകുട്ടികളായാൽ അളവറ്റ സങ്കടം. ദുഷ്ടത മൂത്ത ചില പിതാക്കന്മാർ പെൺകുട്ടികളെ ജീവനോടെ കുഴിച്ചു മൂടാനും മടിച്ചിരുന്നില്ല. അത്തരത്തിൽ ഒരു പിതാവുണ്ട് നമ്മുടെ ഈ കഥയിലും. മുമ്പയാൾ ഒരു ബിംബാരാധകനായിരുന്നു. മുഹമ്മദ് നബി ദൈവസന്ദേശവുമായി വന്നപ്പോൾ പലരോടൊപ്പം അയാളും ഇസ്ലാം മതത്തിലേക്ക് കടന്നു വന്നു. പക്ഷേ അറിവില്ലാത്ത കാലത്ത് ചെയ്തു പോയ ഒരപരാധം അയാളെ എന്നെന്നും ദുഃഖിപ്പിച്ചു. അക്കഥ നബിയോട് അയാൾ പശ്ചാത്താപത്തോടെ ഏറ്റുപറഞ്ഞു. അയാൾക്കൊരു മകളുണ്ടായിരുന്നു, നല്ല ചന്തമുള്ള കുട്ടി. ഉപ്പയോട് അവൾക്ക് എന്തിഷ്ടമായിരുന്നെന്നോ. ഉപ്പ വീട്ടിലെത്തിയാൽ അവൾ ഓടിച്ചെന്ന് അയാളുടെ കഴുത്തിൽ തൂങ്ങി തൂങ്ങി തെരുതുര ഉമ്മ വെക്കും. പക്ഷേ അയാൾക്ക് അവളോട് ഒട്ടും സ്നേഹമുണ്ടായിരുന്നില്ല. ഈ മകൾ തനിക്കു ഭാരമാണ്, അപമാനമാണ്, അവളെ എങ്ങനെയെങ്കിലും കൊന്നുകളയണം. ഇതായിരുന്നു പലപ്പോഴും അയാളുടെ ദുഷ്ടചിന്ത. ഒരു ദിവസം അയാൾ മകളെ പുറത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി. ഉപ്പയോടൊപ്പം അവൾ തുള്ളിച്ചാടി പുറത്തിറങ്ങി. പാവം, അതൊരു ഉല്ലാസയാത്രയാണെന്നായിരുന്നു അവളുടെ വിചാരം. മകളെയും കൊണ്ടയാൾ ആ പൊട്ടക്കിണറ്റിനടുത്തെത്തി. അയാളിലെ ശൈത്താനുണർന്നു. ദുഷ്ടൻ ആ കുഞ്ഞിനെ തൂക്കിയെടുത്ത് കിണറ്റിലേക്കെറിഞ്ഞു. ഉപ്പ, ഉപ്പ, എൻ്റെ ഉപ്പ, സ്നേഹനിധിയായ ആ മകൾ അപ്പോഴും പിതാവിനെ വിളിച്ചു തന്നെയാണ് കരഞ്ഞുകൊണ്ടിരിക്കുന്നത്. കളങ്കമറിയാത്ത ആ കുഞ്ഞിൻ്റെ ദയനീയമായ കരച്ചിൽ അയാളുടെ കരളിലേക്കിറങ്ങിയില്ല. പാവം കുട്ടി ആ പൊട്ടക്കിണറ്റിൽ ഭക്ഷണമില്ലാതെ, വെള്ളം കുടിക്കാനില്ലാതെ, സഹായത്തിനാരുമില്ലാതെ, പട്ടിണിയും ഏകാന്തതയുമായി ദിവസങ്ങളോളം കിടന്ന് തേങ്ങി തേങ്ങി കരഞ്ഞു ഒടുവിൽ മരിച്ചു. ഇത് പറഞ്ഞ് അയാൾ നിർത്തി. ഈ കഥ കേട്ട് പ്രവാചകൻ്റെ കരൾ അലിഞ്ഞുപോയി. തിരുനേത്രങ്ങളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി പ്രവഹിച്ചു. തിരുമുഖം ചുവന്ന് തുടുത്തു. താടിരോമങ്ങളെല്ലാം കണ്ണീരിൽ കുതിർന്നു. ഈ രംഗം കണ്ട ശിഷ്യന്മാരും കരഞ്ഞുപോയി. പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇങ്ങനെ കരയുന്നത് മുമ്പാരും കണ്ടിട്ടില്ല. കത്തിത്തുടങ്ങും മുമ്പേ തിരിയണഞ്ഞു പോയ നിർഭാഗ്യവതികളുടെ കാര്യമോർത്താൽ ഹൃദയാലുവായ ആ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കരയാതിരിക്കുന്നതെങ്ങനെ?